നമസ്കാരം. ഇക്കൊല്ലത്തെ തൃശ്ശൂർ പൂരം നടത്തിപ്പിലും ചടങ്ങുകളിലും ഈ വർഷം ഉണ്ടായ പ്രതിസന്ധികൾക്ക് കാരണം കമ്മീഷണർ അങ്കിത് അശോകൻ്റെ അനാവശ്യമായ ഇടപെടലാണെന്ന് വ്യാപകമായ പരാതി ഉയരുന്നതിനിടെ മുൻ കമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ വീഡിയോ പങ്കുവച്ച് തൃശ്ശൂരിലെ പോലീസുകാർ. ആ വീഡിയോ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ അങ്ങനെ കിടക്കുകയാണ്. അതങ്ങ് വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. പൂരപ്പറമ്പിലെ യതീഷ് ചന്ദ്ര ആളുകൾക്കൊപ്പം നിൽക്കുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിലവിലെ കമ്മീഷണർ അങ്കിത് അശോകനോടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അമർഷമാണ് യതീഷ് ചന്ദ്രയുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നതിന് പിന്നിലെ കാരണമെന്നാണ് റിപ്പോർട്ട്. യതീഷ് ചന്ദ്ര കമ്മീഷണർ ആയിരുന്നപ്പോൾ പൂരത്തിനെത്തിയ ജനക്കൂട്ടത്തിനൊപ്പം ആവേശത്തോടെ പങ്കെടുക്കുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം. ആ യതീഷ് ചന്ദ്രയും താളമേളത്തിനൊപ്പിച്ച് അവിടെ അതിൽ ആസ്വദിച്ച് കാണികളുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് രംഗം. വെള്ളിയാഴ്ച രാത്രിയോടെ പൂരം കാണാൻ എത്തിയവർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചതും വിവാദമുണ്ടാക്കിയിരുന്നു. പോലീസിൻ്റെ അനാവശ്യ ഇടപെടൽ കാരണം തിരുവമ്പാടി ദേവസ്വം എഴുന്നള്ളത്തും പഞ്ചവാദ്യവും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്നും ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കാനുള്ള പോലീസ് നടപടിയും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ട അങ്കിത് അശോകൻ തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടാണ് പൂരം ഒന്നുകൂടെ വിവാദമായത്. എടുത്തുകൊണ്ട് പോടാ പട്ട എന്നായിരുന്നു കമ്മീഷണറുടെ ആക്രോശം. ഇതിനിടെയാണ് മുൻ കമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ വീഡിയോ പോലീസുകാർ തന്നെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പോലീസുകാരിലും ഈ അങ്കിത് അശോകൻ്റെ ഇത്തരത്തിലുള്ള ധിക്കാരത്തിനോട് എതിർപ്പുണ്ടായിരുന്നവർ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും പറയാൻ കഴിയത്തില്ലല്ലോ. ഇതൊക്കെ ഈ കാരണഭൂതൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ ഈ പൂരത്തെ അലങ്കോലമാക്കിയതെന്ന് ഒരു പിന്നാമ്പുറ വർത്തമാനവും ഒക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിപ്പോൾ വളരെ സജീവമായിട്ട് പല ചർച്ചകളിലും പലരും അത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പൂരം കലക്കി കഴിഞ്ഞപ്പോൾ കാരണഭൂതനായാലും അങ്കിത് അശോകനായാലും ആനന്ദം കൊണ്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. 2019 നമ്മൾ കണ്ടതാണ് ശബരിമല യുവതീ പ്രവേശം. ശബരിമലയിൽ മനോജ് എബ്രഹാം അവിടെ കിടന്ന് എന്തെല്ലാമാണ് കാണിച്ചത്. അതും അവിടെ വേറൊരു തരത്തിലുള്ള ഒരു പൂരപ്പറമ്പാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഈ കമ്മീഷണറും. അപ്പോൾ എന്തായാലും പൂരത്തിനിടെയുണ്ടായ പോലീസ് നടപടികളിൽ അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസ് മേധാവിയോട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. അത് എവിടെ വരെ പോകുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കാണാൻ പോകുന്ന പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ.